കാലടി സംസ്കൃത സർവകലാശാലയിൽ വർഗീയതയ്ക്കെതിരായ സെമിനാർ സമാധാനപരമായി നടന്നു. നിരവധി എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഫാസിസം, നവരൂപങ്ങൾ, പ്രതിരോധങ്ങൾ എന്ന സെമിനാർ സംഘടിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. എതിർപ്പുകളെല്ലാം അവഗണിച്ച് കാലടി സംസ്കൃത സർവകലാശാലയിൽ റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ കൃത്യം 2 മണിക്ക് തന്നെ വർഗീയതയ്ക്കെതിരായ സെമിനാർ ആരംഭിച്ചു. 2 മണിക്കൂർ നേരത്തോളം സെമിനാർ നീണ്ടുനിന്നു. ഇന്ത്യൻ ഫാസിസം, നവരൂപങ്ങൾ, പ്രതിരോധങ്ങൾ എന്ന സെമിനാറിന്റെ ഉദ്ഘാടനം കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിച്ചതാണ് വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തിന് കാരണമെന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ഈ രാഷ്ട്രീയം ക്യാമ്പസുകൾ നിരോധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകൾ നിരോധിക്കുമ്പോൾ അവർ സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാതെ വരും, സെക്കുലറിസത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ ഗ്യാപ്പിൽ, ആ വിടവിലൂടെ കടന്നു കയറുന്നത് വർഗീയതയായിരിക്കും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഭീകരതയുടെ അരങ്ങേറ്റമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുഖ്യപ്രഭാഷകൻ പ്രൊഫസർ സുനിൽ പി ഇളയിടം പറഞ്ഞു. ലജ്ജയില്ലായ്മയുടെ പരമാവധിയിലാണ് നമ്മുടെ സർവകലാശാല അധികാരികൾ ഇന്ന് നിലകൊള്ളുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ക്യാമ്പസിനകത്ത് സെമിനാർ നടത്താനുള്ള അനുമതി സർവകലാശാല അധികാരികൾ നേരത്തെ നിഷേധിച്ചിരുന്നു. സെമിനാർ നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിനോട് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.